എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ ആര്യനും ഗോമതിയും മിത്രയെല്ലാം ചേർന്ന് ആ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇനിയിപ്പം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ദേവമംഗലത്തേക്ക് തിരികെ പോകണം. അവസാനം ഗോമതി അതിന് സമ്മതിക്കുകയാണ്. ആര്യം കാരണം കുറെ പ്രയത്നിക്കേണ്ടി വന്നു ഗോമതിനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാനായിട്ട്. കാരണം ആരിനറിയാം അച്ഛൻ എത്രമാത്രം തന്നെ അമ്മേനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അച്ഛൻ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അച്ഛന്റെ മനസ്സിലുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ കണ്ടിട്ടും മിണ്ടാതെ പോയത് ആ മനസ്സിന് അത്ര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നിട്ടാണ് ഇനിയും തനിക്കത് കാണാതിരിക്കാൻ പറ്റില്ല. പിന്നീട് ഗോമതിയോട് പറഞ്ഞു, അമ്മേ നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരികെ പോവാം. ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥമില്ലെന്ന് പറയണം. അച്ഛൻ ഇതിൽ കൂടുതൽ എങ്ങനെയമ്മേ നമ്മുടെ മുന്നിലേക്ക് വന്ന് അപേക്ഷിക്കുന്നേ? അച്ഛനെ ഈ വീട്ടുമുറ്റത്തിന്റെ അവിടെ പോയല്ലോ, അത് മതി. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അച്ഛന് നമ്മളില്ല, ആരും ഇല്ലാതെ പറ്റില്ല എന്ന്, പ്രത്യേകിച്ച് അമ്മ ഇല്ലാതെ പറ്റില്ല എന്ന്. ഒരു കാരണവശാലും നമ്മൾ കാരണം ആനന്ദന്റെ വിവാഹം ഒന്നും മുടങ്ങാൻ പാടില്ലെന്ന് പറയാ. അങ്ങോട്ടേക്ക് വന്നിട്ട് മിത്ര പറഞ്ഞു, അത് തന്നെ ആര്യ ഞാൻ പറഞ്ഞത്, നമ്മൾ എത്രയെന്ന് വെച്ചാൽ എങ്ങനെ ഇവിടെ കഴിയണേ? ഇനിയും ഒരു പക്ഷെ അങ്കിളിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പോലും നമ്മളോട് പൊറുക്കില്ല. അമ്മേനെ ആരിനെയൊക്കെ അത്രമാത്രം അങ്കിള് സ്നേഹിക്കുന്നുണ്ട്. അത് കുറച്ച് നാളുകൾ കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്. പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല സ്നേഹം, പക്ഷെ അങ്കിളിന്റെ മനസ്സ് നിറയെ സ്നേഹമാണെന്ന് പറയണം. പിന്നീട് മിത്രയോട് ആരും പറഞ്ഞൊരു കാര്യം ചെയ്യുക, നീ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്ത് അടുക്കിപ്പറക്കി വെക്കാൻ പറയണം. അങ്ങനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒരു ബാഗിനകത്ത് നിറച്ചു. ഈ സമയം മിത്ര വെച്ചു, അല്ല ആര്യ, വീടിന്റെ കാര്യമോ? അതൊക്കെ ഞാൻ വിശ്വത്തോട് പറഞ്ഞ് ശരിയാക്കിയോളാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, പിന്നീടല്ലേ ബാക്കി കാര്യം ചോദിക്കുക. ഗോമതിക്കാണ് എന്തെന്നില്ലാത്ത സന്തോഷം. ഇനി അവിടെ ദേവമംഗലത്താണ് കഴിയാൻ പോകുന്നത്. അങ്ങനെ താൻ വിജയിച്ചിരിക്കുന്നു. താൻ വിജയിച്ചേക്കാൾ ഉപരി ബാലേട്ടനാണെങ്കിലും വിജയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ആനന്ദന്റെ വിവാഹത്തിനൊരു മുടക്കം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നാളെ ഒരു പക്ഷെ എന്തേലും പ്രശ്നം വന്ന് ആ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു ഗോമതിക്ക്. ഈ സമയം ഉദയഭാനു ശ്രീകലയും ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്ക് എന്താണ് അവർക്കൊരു പണി കൊടുക്കാൻ പറ്റിയ സമയം. നമ്മൾ ദേവമംഗലത്തേക്ക് അങ്ങ് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ആരും കാണത്തില്ല. ഈ പറയുന്ന ബാലൻ മാത്രമേ കാണത്തുള്ളൂ, ഗോമതി കാണത്തില്ല. ആ സമയം നമ്മൾ മാക്സിമം വിനിയോഗിക്കണം. എങ്ങനെയുണ്ട് ഐഡിയ? അതൊക്കെ നല്ല ഐഡിയ തന്നെയാന്ന് പറയാണ്. അങ്ങനെ അവർ ചില തന്ത്രങ്ങളൊക്കെ മെനയാണ്. പിന്നീട് ശ്രീകലയോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് റെഡിയാവാൻ പറയാണ്. അങ്ങനെ ശ്രീകലയും ബാലനും കൂടെ ദേവമംഗലത്തേക്ക് പോകാൻ റെഡിയാവാണ്. ആ സമയം ശ്രീദേവി എന്നിരിച്ചു, അല്ല അച്ഛനും അമ്മ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കോ? അത് പിന്നെ ഞങ്ങൾ പുറത്തു വരുന്ന് പോവാ. അല്ല എങ്ങോട്ടാ? എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ചിലപ്പോൾ ഞങ്ങൾ ആ ബാലന്റെ വീട് വരെ പോകുന്നു പറയാം. ഇപ്പൊ എന്തിനാ അങ്ങോട്ടേക്ക് പോണെന്ന് ചോദിക്കും. അത് പിന്നെ പല കാര്യങ്ങളില്ലേ, കല്യാണമല്ലേ ഇങ്ങോട്ട് വരുന്നേ, കല്യാണത്തിന് പല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിക്കാനുണ്ട്, അതിന്റെ ആവശ്യത്തിലേക്ക് പോകണമെന്ന് പറയാം. പിന്നെ ശ്രീദേവി കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. ശ്രീദേവിക്ക് അറിയില്ലായിരുന്നു ഗോമതി പിണങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ. ഇതാണെങ്കിൽ ഉദയഭാനു ശ്രീകലയോട്ടു പറഞ്ഞതുമില്ലായിരുന്നു. ഈ സമയം ബാലനാകപ്പാട് ടെൻഷനാ. ഉദയഭാനു വിളിച്ചു പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സറിയാൻ. ഒരു പക്ഷേങ്കില് വീട്ടിലേക്ക് എങ്ങാനും ഉദയഭാനു സാറ് വന്നിട്ടുണ്ടെങ്കിലോ ഗോമതി അവിടെ ഇല്ലെന്നുള്ള കാര്യം അറിയും. അതോടുകൂടി ഈ കല്യാണം മുടങ്ങും. പാടില്ല. താൻ ഇനി ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് അവരെ ചെന്ന് വിളിക്കണം. അല്ല, തന്റെ മോന്റെയും ഭാര്യയുടെ മുന്നിലല്ലേ താൻ താഴുന്നേ, പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നേ? ബാലന്റെ മനസ്സിൽ ഈഗോയൊക്കെ പതുക്കെ അങ്ങോട്ട് പോയി. ഒരു പക്ഷെ ഇത്രത്തോളമായിട്ട് ആനന്ദിന്റെ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുള്ളൂ. താൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയും. അതുകൊണ്ട് അതൊരു കാരണവും പാടില്ല. ആനന്ദിന്റെ വിവാഹം മുടങ്ങില്ല. അതിനേക്കാളുപരി ഗോമതി ഇല്ലാതെ ഒരു ദിവസം പോലും തള്ളി നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഗോമതി വീട്ടിലേക്ക് വരണം. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ബാലൻ രണ്ടും കൽപ്പിച്ച് നേരെ ഗോമതിനെയും ബാലനെയും വിളിക്കാൻ ഗോമതിനെ ആര്യനെയും വിളിക്കാനായിട്ട് പോവാണ്. ആ സമയം ആര്യനും മിത്രയും ഗോമതിയൊക്കെ റെഡിയായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നീട് ഗോമതി ആര്യനോട് പറഞ്ഞു, നമുക്ക് ഇറങ്ങാല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് ആര്യം ഇറങ്ങാമേ, ഇപ്പം നമ്മള് ഇവിടെ ജയിക്കുമല്ല, അച്ഛനാണ് ഇവിടെ ജയിക്കുന്നത്. കാരണം അച്ഛൻ ജയിക്കണം, എന്റെ മനസ്സിലെ ആഗ്രഹം അതാണ്. കാരണം അച്ഛന്റെ മനസ്സിൽ ഒരു കളങ്കമില്ല. അച്ഛൻ എന്തേലും ഉണ്ട് വെട്ടി തുറന്ന് പറയണ സ്വഭാവമാണ്. അതിനേക്കാൾ ഉപരി അമ്മേനെ എന്നെയൊക്കെ അച്ഛൻ അത്ര ജീവനതുല്യം സ്നേഹിക്കുന്നുണ്ട്. ഇനിയും ആ അച്ഛനും മുന്നിൽ അച്ഛനെ അല്ല ഇങ്ങോട്ട് വിളിച്ചു വരുത്താണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ മുന്നിൽ വന്ന് അച്ഛനെ അപേക്ഷിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറയാം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. കാരണം എന്റെ മക്കൾ എത്രമാത്രം ബാലേട്ടനെ എന്നെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഇങ്ങനെ. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, അതെ മതി അപ്പച്ചി, ഇനി സങ്കടപ്പെടുവൊന്നും വേണ്ട. നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോവല്ലേ. നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇതേ അങ്കിളിന് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറയണം. അല്ലെ കണ്ടോളം പറയാം. അങ്ങനെ അവര് ബായൊക്കെ എടുത്ത് തൂക്കി മിത്രയൊക്കെ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് മുറ്റത്തേക്ക് ഒരു സ്കൂട്ടി വന്നു നിന്നേ. പെട്ടെന്ന് അതിൻ്റെ അടുത്ത് ആരായിരിക്കും വന്നേന്ന് ഓർത്തോണ്ട് അങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് കയറി വരുവാണ്. കഥ തുറന്നു നടക്കുമായിരുന്നു. അങ്ങോട്ടേക്ക് കയറി വരിക. അപ്പൊ ഇവരെല്ലാം റെഡിയായി നിൽക്കുന്നത് കണ്ടപ്പോഴത്തേനും
ബാല എന്ത് ചെയ്യണം നിർത്തില്ല. ബാലൻ ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ബാലേട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ബാലേട്ടൻ ഇങ്ങോട്ട് വന്നല്ലോ. ബാലൻ വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങോട്ട് വന്നത്. നിങ്ങളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതെ നിങ്ങളില്ലാതെ എനിക്ക് അവിടെ ദേവമംഗലത്ത് ഒരു സ്വസ്ഥതയുടെ സമാധാനത്തോടെ ജീവിതം ഉണ്ടെന്ന്? അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വരണമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് സങ്കടം അടക്കാൻ പറ്റിയില്ല. ഗോമതി ബാലനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ബാലൻ തിരിച്ചും ഗോമതിനെ. ഗോമതി പറഞ്ഞു, എന്നാലും ബാലേട്ടാ ഇതിലൂടെ പോയി കഴിഞ്ഞപ്പം ബാലേട്ടനൊന്നും നോക്കാതെ പോയി കഴിഞ്ഞപ്പം എൻ്റെ നെഞ്ച് പിടഞ്ഞെന്ന് പറയാം. ബാലൻ പറഞ്ഞു, അതുപോലെ തന്നെയായിരുന്നു എനിക്കും. നിനക്കറിയാൻ മേലെ ഗോമതി, ഞാനൊരു ദേഷ്യവും വാശിയും പിടിച്ചാതെ എത്ര സമയത്തേക്ക് കാണും? കുറച്ച് സമയത്തേക്കല്ലേ ഉള്ളൂ. എൻ്റെ മനസ്സ് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ, അത് പെട്ടെന്ന് തണുക്കും. പക്ഷേങ്കിൽ ഇപ്പം ഈ 2 ദിവസം ഞാൻ അനുഭവിച്ച വേദനയുണ്ടല്ലോ, മരണവേദനയെക്കാളും അപ്പുറമായിരുന്നു പറയണേ. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, പിന്നെ എനിക്ക് നല്ലതായിരുന്നു ഓർത്താണ് ഇരിക്കണേ. ഞാനിവിടെ എത്രമാത്രം വേദനയോടെ ഇരുന്ന് എനിക്കറിയുള്ളൂ എന്ന് പറയണേ. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, അത് ശരി. അപ്പൊ ഇപ്പം 2 പേരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് വേദന പറച്ചിലല്ല പോവണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗോമതി പോണെന്ന് പറയണ. പിന്നീട് ബാലനോട് പറഞ്ഞു, അതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാനായിട്ട് ഇറങ്ങുമായിരുന്നു പറയണ. ഇത് കേട്ട ബാലിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ബാലിനെ ആരിനെ ഒന്ന് നോക്കണം. ആരിനെ നോക്കിയിട്ട് പറഞ്ഞു, അതെ നീ വീട്ടിലേക്ക് തിരികെ വരണം, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു അങ്ങനെ പറയാൻ വന്നപ്പോഴത്തേനും ഗോമതി പെട്ടെന്ന് ബാലിന്റെ ആ വായം കൂടെ പൊത്തുവാണ്. വേണ്ട ബാലേട്ടാ അങ്ങനെ പറയരുതെന്ന് പറയണ, നമ്മുടെ മോനാണ്. പിന്നെ ബാലേട്ടൻ അവനോട് ക്ഷമ പറയേണ്ട കാര്യമില്ല, അവനെ തിരിച്ച് വിളിക്കേണ്ട കാര്യമില്ല, അവൻ വന്നോളൂന്ന് പറയാം. ബാലിന് ഇതിപ്പോ ഒരു സന്തോഷമില്ല. ബാലിന് ആരിനെ കെട്ടിപ്പിടിക്കണം. ബാലിനെ കെട്ടിപ്പിടിച്ച്, അച്ഛാ എന്നോട് ക്ഷമിക്കച്ചാ, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു, തെറ്റ് പറ്റിപ്പോയത് എനിക്കാണ്, എന്നോട് പൊറുക്കണമെന്ന് പറയണം. അച്ഛൻ്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അവസ്ഥ ആയതുകൊണ്ടാന്ന് പറയണം. പിന്നീട് ബാലൻ പറഞ്ഞു, പോട്ടട മോനെ വരാനും പറഞ്ഞിട്ട് അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് പോവാണ്. മിത്രയ്ക്കും ഭയങ്കര സന്തോഷമായി. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ അവരുടെ മനസ്സെല്ലാം ഒന്ന് തണുക്കുന്നേ. ഈ സമയത്ത് ദേവമംഗലത്ത് എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആരനാണെങ്കിലും ഗോമതിയാണ് വന്നിട്ടുമില്ല. ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്തയായിരുന്നു മീനാക്ഷിയുടെ അവരുടെ എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. അനുസരി പറഞ്ഞു, മിക്കവാറും ആനന്ദന്റെ വിവാഹം മുടങ്ങുമെന്ന് തോന്നേ. വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അച്ഛന് സഹിക്കാൻ പറ്റില്ല, ഇതോടുകൂടി കുടുംബം തീർന്നെന്നാ തോന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് ഒരു സംസാരം കേട്ട് അവർ വന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും അവരെല്ലാം കയറി വരുവാണ്, ഗോമതിയും ബാലനും. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് എന്തെന്നെല്ലാം സന്തോഷം തോന്നി. മീനാക്ഷി അങ്ങോട്ട് ഓടി വരുവാണ്. എന്നിട്ട് പറഞ്ഞു, അതെ അവിടെ നിൽക്കുക, ഒരു മിനിറ്റ് എന്ന് പറയണേ. എന്ത്? മീനാക്ഷി പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോയി. അകത്തേക്ക് ഓടിപ്പോയിട്ട് ആരതി എടുത്തോണ്ട് വരുവാണ്. ഇങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരുന്നല്ലേ, ഒരു സന്തോഷമുള്ള ദിനമാണല്ലോ. അങ്ങനെ ആരതി എടുത്തോണ്ട് വന്നിട്ട് അവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്നേ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കോമസ്, ഇതെന്താ മോളെ ഇങ്ങനെ? അത് പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷമല്ലേ വരുന്നത്, എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കിയിട്ട് കണ്ണുദോഷം കഴിച്ചുകൊണ്ട് എല്ലാം മാറട്ടെ, ഇനി സന്തോഷകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് വരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ആരതി ഒഴിഞ്ഞ് അവരകത്തേക്ക് സ്വീകരിക്കുക. എന്തെന്നില്ലാതെ സന്തോഷം തോന്നി. മിത്രയ്ക്കാണെങ്കിലും ആരിനാണെങ്കിലും എല്ലാവരും അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ആകാശം ആനന്ദമൊക്കെ ഒന്ന് ഓടി വന്ന് ആരിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് ഗോമതിനെ. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, നിങ്ങൾക്കറിയാലോ ഗോമതി ഇല്ലാതെ ഒരു കാരണവശാലേ ദേവമംഗലം മുന്നോട്ട് പോയില്ലാന്ന്. ഗോമതിയുടെ മുന്നിൽ താണ് കൊടുക്കാൻ തന്നെയാണ് ഞാൻ ചെന്നേ. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, എന്താണല്ലോ അതിന്റെ ആവശ്യം വന്നില്ല, അതിനു മുമ്പേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. ഞങ്ങൾക്കറിയാം ഞങ്ങളില്ലാതെ ഈ വീട്ടിൽ ഒരു കാര്യം നടക്കുന്നതിനേക്കാൾ ഉപരി ആനന്ദിന്റെ കല്യാണമല്ലേ വരുന്നേ. അപ്പൊ ആനന്ദിന്റെ വിവാഹം മുടങ്ങരുത്. ഒരു പക്ഷെ ഞാൻ അപ്പം പോയ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്താ, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കപ്പെടുകയാണ്. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് തറമ്പ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ചേച്ചി വന്നല്ലേ, സന്തോഷമുള്ള ദിവസമല്ലേ, കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കാൻ പറയണേ. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, അതിനെന്താന്ന് പറഞ്ഞു ഗോമതി നേരെ അടുക്കളയിലേക്ക് കയറുവാണ്. അങ്ങനെ സന്തോഷദിനത്തിന് വേണ്ടിയിട്ട് പായസം കാര്യങ്ങളും ഉണ്ടാക്കുവാണ്. ആ സമയത്ത് പുറത്തൊരു കാറ് നിന്നു. കാറിനകത്തുനിന്ന് ഉദയഭാനും ശ്രീകലയും കൂടെ ഇറങ്ങുവാണ്. അവരുടെ വിചാരം എന്താ, ഗോമതി ഇവിടെ ഇല്ല, ഗോമതി വേറെ വീട്ടിലാന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവരങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ വന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വന്ന് കഥ തുറക്കുന്നത് ഗോമതിനെയാണ്. ഗോമതിനെ കണ്ട് ഒരു നിമിഷം ഉദയഭാനും ശ്രീകലയും ഞെട്ടിപ്പോയി. ഗോമതിയോ? പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ബാ അകത്തേക്ക് കയറി വരാൻ പറയാണ്. അപ്പൊ തന്നെ ബാലനും അങ്ങോട്ട് ഇറങ്ങി വന്നു. എല്ലാവരും അങ്ങോട്ടേക്ക് വരുവാണ്. എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനും ശ്രീകലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ബാലൻ പറഞ്ഞു, ബാ അകത്തേക്ക് കയറാൻ പറഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുവാണ്. അങ്ങനെ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനോട് ശ്രീകല പറഞ്ഞു, നിങ്ങളല്ലേ മനുഷ്യ പറഞ്ഞ ഇതേ ഗോമതി പിണങ്ങിപ്പോയത്, എന്നിട്ട് ഗോമതി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും ഉദയഭാനു പറഞ്ഞു, ഇതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയം ബാലൻ പറഞ്ഞു, അല്ല നിങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉദയഭാനു സാറും ശ്രീകല വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, അതെ ഞങ്ങളിവിടെ അടുത്ത് വരെ വന്ന ആ സമയത്ത് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമല്ലോ എന്ന് കരുതി വന്നാന്ന് പറയണ. കാരണം വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പം
ഗോമതി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാൻ പറ്റില്ലോ. കള്ളത്തരങ്ങളെല്ലാം പൊളിയില്ല തങ്ങടെ. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. അങ്ങനെ വീണ്ടും ദേവമംഗലത്ത് സന്തോഷം അലയടിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്ന കല്യാണ മേളമാണ്. ആനന്ദിന്റെ ശ്രീദേവിയുടെയും കല്യാണ മേളമാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.